ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചു. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധന തുടങ്ങിയത്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, SIT സന്നിധാനത്തുണ്ട്, പരിശോധന നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇന്ന്? സാമ്പിൾ ശേഖരിക്കില്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുക? നമ്മള് ഇത് SITയുടെ നിർണായകമായ പരിശോധനയാണ് ഇന്നിപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. മിഥുനമാസ പൂജകൾക്കായി പരിപാടി നട തുറന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന സംഘം ആരംഭിച്ചത്. ഈ പ്രധാനമായും ഈ കട്ടിളപ്പാളിക്ക് സമീപമുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇവിടെ കട്ടിളപ്പള്ളിക്ക് മുകളിൽ ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രധാനമണ്ഡലത്തിലെ സ്വർണവും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളോടൊപ്പം വേർതിരിച്ചെടുത്തും SIT കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഈ കട്ടിളപ്പള്ളിയിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, അതുപോലെ രാഖി ചിഹ്നം ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളപ്പാളികൾക്ക് മുകളിലെ പ്രഭാമണ്ഡല പാളികൾ എന്നിവയടക്കം 7 പാളികളിൽ നിന്നാണ് നേരത്തെ ഈ പ്രതികൾ സ്വർണം കവർന്നതായി SIT കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ്, ആ ഭാഗത്താണ് പ്രധാനമായി പരിശോധന നടക്കുന്നത്. ഇതിന്റെ ഒരു സാമ്പിൾ ശേഖരിച്ചേക്കില്ല എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ഈ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവസാന ഘട്ടമായി ഒരു പരിശോധന കൂടി നടക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് 2 തവണ പരിശോധന നടത്തിയിരുന്നു. വലിയ ഭാഗങ്ങൾ ഇതിനു മുൻപ് SIT സംഘം ശേഖരിച്ചിരുന്നു. ഇതൊക്കെ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും ചിലപ്പോൾ ഈ പരിശോധന നാളത്തേക്കും നീണ്ടേക്കാം. ഇതിനുശേഷം ഈ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇന്നിപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. ഇതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അമ്പിളി.